2025 ധാരാളം കാര്യങ്ങൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് 2026 നമുക്ക് വീണ്ടെടുക്കാൻ തൗഫീഖുള്ള വർഷമായി ഈ വർഷം അല്ലാഹു നമുക്ക് വലിയ തൗഫീഖുള്ള വർഷമാക്കി അല്ലാഹു നമുക്ക് കബൂലാക്കി തരട്ടെ. കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ആയിട്ടുണ്ട്. അതൊന്നുമില്ലാതെ 2026 ഇൻഷാ അല്ലാഹ് റാഹത്തോടെ നമുക്ക് നിസ്കാരങ്ങൾ ഖളാ ആക്കാതെ നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖുള്ള നല്ല ഒരു വർഷമായി ഈ വർഷം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. 12 മണി കഴിയുമ്പോൾ 2026 നിന്ന് 26ലേക്ക് 25 നിന്ന് 26ലേക്ക് കടക്കുമ്പോ വഴിയിലൊക്കെ കാണുന്നത് പടക്കം പൊട്ടിക്കുന്നവരും കള്ള് കുടിക്കുന്നവരും ഒക്കെയാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ രൂപത്തിൽ അൽഹംദുലില്ലാഹ് നാം സ്വലാത്തുകളും ദിക്റുകളും അൽഹംദുലില്ലാഹ് ഇസ്തിഗ്ഫാറുകളും ചൊല്ലി ഈ 2026 സ്വീകരിക്കുന്ന അൽഹംദുലില്ലാഹ് വളരെ പ്രൗഢമായ മജ്‌ലിസിൽ എല്ലാ വർഷവും അൽഹംദുലില്ലാഹ് ഈ ഡിസംബർ 31 അർദ്ധരാത്രിക്ക് ശേഷം നാം ഒരുമിച്ച് കൂടുന്ന ഒരു ദിനത്തിലാണ്, രാവിലാണ് നാം എല്ലാവരും ഉള്ളത്. കഴിഞ്ഞ വർഷം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നാം ഈ വർഷം നമ്മൾ വീണ്ടെടുക്കണം. 2025 ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയണമെങ്കിൽ ആർക്കാണ് ഇവിടെ ഹാപ്പി ഉള്ളത്? കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, നിസ്കാരങ്ങൾ ഖളാ ആക്കിയവരുണ്ട്, വാപ്പയെയും ഉമ്മയെയും വഴക്ക് പറഞ്ഞവരുണ്ട്, ഉമ്മാക്കും ഉപ്പാക്കും ധിക്കാരം കാണിച്ച ആളുകളുണ്ട്. അതുപോലെ നാട്ടിലുള്ള വേണ്ടാത്ത പ്രവർത്തികൾക്ക് മുന്നിൽ നിന്ന് ആളുകളുണ്ട്. അത്തരക്കാരാകുന്ന ആളുകൾക്ക് എന്ത് ഹാപ്പിയാണുള്ളത്? ഒരു ഹാപ്പിയുമില്ല. ഒരു വയസ്സ് കഴിയുമ്പോ, ഒരു വയസ്സ് ഇത് നമുക്ക് 12 മണിയോടുകൂടെ ഒരു വയസ്സ് നമുക്ക് തികയുമ്പോ ഞാൻ എന്താണ് 2025 ഞാൻ എന്ത് നേടിയെടുത്തു എന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഈ സമയം. നഷ്ടപ്പെട്ടതിനെ ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ വീണ്ടെടുക്കുകയും കഴിഞ്ഞ ഈ വർഷത്തിൽ വയസ്സിൽ നമുക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് സങ്കടപ്പെടുകയും ചെയ്യേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ 12 മണി. അങ്ങനെയാണ് വേണ്ടത്. നമുക്ക് ഓരോരുത്തരും ആലോചിച്ചു നോക്കൂ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു? അൽഹംദുലില്ലാഹ് 2025 നാം ഈ മദ്രസക്ക് വേണ്ടി എന്തെല്ലാം നൽകി. അൽഹംദുലില്ലാഹ് ഇവിടെ നടന്ന ഉറൂസ് മുബാറക്കിന് എന്തെല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഭാര്യയോട്, ഭാര്യ ഭർത്താക്കന്മാരോട് എന്തെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ 25 നഷ്ടപ്പെട്ടത് മുഴുവനും ഇൻഷാ അല്ലാഹ് ഈ 26 നാം വീണ്ടെടുക്കണം. അതിന് തൗഫീഖുള്ള നല്ല വർഷമായി അല്ലാഹു ഈ വർഷം നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 2025 ബാങ്കുമായി ബന്ധപ്പെട്ട്, പലിശയുമായി ബന്ധപ്പെട്ട് വീട് ഉണ്ടാക്കിയിട്ട് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് 2026 ആ കടം പെട്ടെന്ന് വീട്ടി ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ ഒരിക്കലും പലിശയുമായി ഞാൻ ബന്ധപ്പെടുകയില്ല, ഞാൻ ആ പലിശയുമായി ഒരു കാര്യത്തിലും ബന്ധപ്പെടുകയില്ല എന്ന് തീരുമാനമെടുക്കേണ്ട അൽഹംദുലില്ലാഹ് സമയമാണ് ഇത്. അല്ലാത്ത ആളുകൾക്ക് എന്തൊരു ഹാപ്പിയാണുള്ളത്, എന്ത് ഹാപ്പിയാണുള്ളത്? നഷ്ടപ്പെട്ടത് ആലോചിച്ച് നോക്കൂ. ഒരു വയസ്സ് നമുക്ക് കഴിയുമ്പോ എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഓരോരുത്തർക്കും അറിയാം ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പ്രവർത്തിച്ചു എന്ന് ഓരോരുത്തർക്കും അറിയാം. അത്തരക്കാരാകുന്ന ആളുകളൊക്കെ നന്നായി ചിന്തിക്കുകയും അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യേണ്ട വലിയ ഒരു വർഷമാണ് കഴിഞ്ഞു പോയത്. 365 ദിവസം നമുക്ക് അല്ലാഹു ഈ ഒരു വർഷം 2025 തന്നിട്ട് അല്ലാഹു നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അല്ലാഹു നമ്മളെ വെന്റിലേറ്ററിൽ കിടത്തിയിട്ടില്ല, ICUയിൽ നമ്മളെ കിടത്തിയിട്ടില്ല, മാരകമായ രോഗങ്ങൾ നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹുവിനെ സ്തുതിക്കേണ്ട നമുക്ക് എത്ര ആളുകളാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകൾ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ദ്വാരമുണ്ടാക്കി അതിലൂടെ വെള്ളം കുടിക്കുന്ന ആളുകളില്ലേ? മാംസം തിന്നിട്ട് എത്ര ദിവസങ്ങളായി, നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസങ്ങളായി, ഒന്നുമില്ലാതെ മാസങ്ങളോളം അല്ലാഹ് ഹോസ്പിറ്റലിൽ കിടന്ന് വെന്റിലേറ്ററിലും ഐസിയിലും ഒക്കെ കിടന്ന് സുബ്ഹാനല്ലാഹ് ഒരു കഞ്ഞി ജ്യൂസ് അടിച്ചുകൊണ്ട് അതിങ്ങനെ പൈപ്പിന്റെ ഉള്ളിലാക്കി ഇങ്ങനെ കൊടുക്കുന്ന എത്ര രോഗികളുണ്ട്. അതൊന്നുമില്ലാതെ 2025 ഈ ഒരു വയസ്സ് അല്ലാഹു നമുക്ക് പരിപൂർണമായി ആരോഗ്യത്തോടെ തന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന് നമ്മൾ ശുക്ർ ചെയ്തിട്ടുണ്ടോ? അതിന് നമ്മൾ നന്ദി ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന് നന്ദി ചെയ്യാതിരിക്കുമ്പോൾ ധാരാളം പരീക്ഷണങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അല്ലാഹുവിനെ നമ്മൾ നന്ദി ചെയ്യുന്നവരാവണം. അതുകൊണ്ട് രാവിലെ എല്ലാ ദിവസവും നമ്മൾ എണീറ്റാൽ നമ്മൾ അല്ലാഹുവിന് നന്ദി പറയണം. രാവിലെ നമ്മൾ രാത്രി കിടന്നുറങ്ങി പിന്നെ രാവിലെ എണീക്കുമ്പോൾ ബിസ്മില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം നീ അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് ഹയാത്ത് നൽകി. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു മനുഷ്യന്റെ മരണമാണ്. രാത്രി മരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ മരണമാണ്. രാവിലെ സുബഹിക്ക് നമ്മൾ അൽഹംദുലില്ലാഹ് എണീക്കുമ്പോൾ ആദ്യം പറയേണ്ടത് ബിസ്മില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, നമ്മളെ മരിപ്പിച്ചു, ആ മരിപ്പിച്ച അല്ലാഹു നമ്മളെ വീണ്ടും നമുക്ക് ഹയാത്ത് നൽകി, അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയണം. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് 365 ദിവസങ്ങളിൽ ധാരാളം നന്മകൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഇൻഷാ അല്ലാഹ് നെന്മാറ മുതുകുന്നിയിലുള്ള അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട കോട്ടുമൊല്ലാക്കയുടെ ഹദറത്തിൽ എല്ലാ വർഷവും നമ്മൾ ഒരുമിച്ച് കൂടി ഇവിടുന്ന് ദുആ ചെയ്താണ് ഒരു വർഷത്തെ നമ്മൾ സ്വീകരിക്കാറുള്ളത്. അത് നമുക്ക് വലിയ തൗഫീഖ് കിട്ടിയവരാണ് നാം. അൽഹംദുലില്ലാഹ് തൗഫീഖ് കിട്ടിയവരാണ്. ഞാൻ ഇന്നിങ്ങനെ വഴിയിൽ വരുമ്പോ എത്ര ആളുകളാണ് കള്ളും കുപ്പിയുമായിരിക്കുന്ന ആളുകൾ, എത്ര ആളുകളാണ് ചാടിക്കളിക്കുന്ന ആളുകൾ, എത്ര ആളുകളാണ് പല രൂപത്തിലുമൊക്കെ പല നിലക്കുള്ള ആഭാസങ്ങളുമൊക്കെ റോട്ടിലൂടെ കാണിക്കുന്നത്. അൽഹംദുലില്ലാഹ് അതിൽ നിന്നും വ്യത്യസ്തമായി അൽഹംദുലില്ലാഹ് ബഹുമാനം നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവനും ഈ സദസ്സിൽ തന്നെ ഒരുമിച്ച് കൂടി അൽഹംദുലില്ലാഹ് ദിക്റുകൾ ചൊല്ലി. അതുകൊണ്ടാണ് ഞാൻ 12 മണി കഴിഞ്ഞപ്പോ ആദ്യത്തെ അൽഹംദുലില്ലാഹ് ഈ ഒരു മണിക്കൂറിൽ ദിക്റുകൾ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി. അല്ലാഹു ഈ വർഷം ധാരാളം നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കടമുള്ളവരുടെ കടങ്ങൾ അല്ലാഹു തആല വീട്ടി തരട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു തആല സ്വാലിഹീങ്ങളായ മക്കൾ അല്ലാഹു നൽകട്ടെ. സ്വാലിഹീങ്ങളായ മക്കൾ അല്ലാഹു നൽകട്ടെ. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തുദ് ദുനിയ, മുതലുകളും മക്കളും ദുനിയാവിലെ ജീവിതത്തിന് വലിയ ഭംഗിയാണ്. ആ ഭംഗിയാകുന്ന മക്കളെ കൂട്ടത്തിൽ നമ്മളൊക്കെ പെടണം. വാപ്പനെയും ഉമ്മനെയും ചീത്ത പറയുന്ന മക്കളാകരുത്. വാപ്പയുടെയും ഉമ്മയുടെയും കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമുള്ളത്. ആ സ്വർഗം വാങ്ങുന്ന മക്കളായി എന്റെ അൽഹംദുലില്ലാഹ് മുതുകുന്നിയിലുള്ള കോട്ടുമൊല്ലാക്കയുടെ ഹദറത്തിൽ ഒരുമിച്ച് കൂടിയ എല്ലാ ഉമ്മമാരോടും സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. അത് പഠിപ്പിക്കുന്ന വലിയ ഒരു കേന്ദ്രമാണ് നമ്മുടെ മദ്രസ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. പഴയ ഒരു കെട്ടിടത്തിൽ വളരെ പ്രയാസം കൊണ്ടുകൊണ്ടിരുന്ന് 2-3 വർഷത്തിന്റെ ഉള്ളിൽ അൽഹംദുലില്ലാഹ് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് മനോഹരമായ കെട്ടിടവും അൽഹംദുലില്ലാഹ് മനോഹരമായ ഷീറ്റുമൊക്കെ ഇട്ട് നമ്മുടെ സഹോദരിമാരൊക്കെ ഇന്ന് അൽഹംദുലില്ലാഹ് വളരെ റാഹത്തോടെ മഞ്ഞ് കൊള്ളാതെ അവിടെ ഇരിക്കുകയാണ്. അല്ലാഹു തആല ഇതിനു വേണ്ടി ഓരോ ഷീറ്റുകൾ നൽകിയവർ, ഇതിന് പില്ലറുകൾ നൽകിയവർ, കമ്പികൾ, മണലുകൾ, സിമന്റുകൾ നൽകിയ ആളുകൾ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ഇതാണ് ജാരിയായ ധർമ്മം. നമ്മൾ എല്ലാ വർഷവും
വർഷവും അൽഹംദുലില്ലാഹ് ഈ മദ്രസക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് നമ്മൾ സംഭാവന നൽകിക്കൊണ്ടാണ് നമ്മൾ ഓരോ വർഷത്തിലും നമ്മൾ സ്വീകരിക്കാറുള്ളത്. അല്ലാഹു നിങ്ങൾക്ക് വല്ലതും കുറച്ചു തന്നിട്ടുണ്ടോ? ഞാൻ ഇവിടെ വന്നു അൽഹംദുലില്ലാഹ്, ആദ്യം വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയ 4 ബെഞ്ചിൽ കുറച്ചാളുകൾ മാത്രം ഇരുന്ന് ആ ആളുകളിൽ നിന്ന് അല്പം കാശ് വാങ്ങി ആ മഖാം അൽഹംദുലില്ലാഹ് നമ്മൾ ഉഷാറാക്കി. അൽഹംദുലില്ലാഹ് അവിടുന്ന് നമ്മളെ പൊരുത്തം കിട്ടൽ തുടങ്ങി. അവിടുന്നാണ് നമുക്ക് പൊരുത്തം കിട്ടിയത്. തഅദീമു മാ അല്ലമല്ലാഹ് വ തഹ്കീറു മാ ഹക്കറല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച വ്യക്തികൾ, ദിവസങ്ങൾ, മാസങ്ങൾ, അവകളെ നമ്മൾ ബഹുമാനിക്കണം. അവരെ നമ്മൾ ബഹുമാനിക്കണം. ആ ആദരവ് ബഹുമാനപ്പെട്ടവർക്ക് നമ്മൾ നൽകി. ആരാണ് കൂട്ടുമല്ലാക്ക? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 67 വർഷമായി ബഹുമാനപ്പെട്ടവർ വഫാത്തായി പോയി. 100 കൊല്ലത്തോളം അൽഹംദുലില്ലാഹ് ഇവിടെ ദഅവത്ത് നടത്തിയ മഹാനവറുകൾ അൽഹംദുലില്ലാഹ് ആ കാലഘട്ടങ്ങളിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലങ്ങളിൽ കോട്ടിട്ടുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇവിടെ ദഅവത്ത് ചെയ്തപ്പോ ബഹുമാനപ്പെട്ടവരെ കോട്ടുമല്ലാക്ക എന്ന പേരിൽ അറിയപ്പെടുകയും ഇന്നെല്ലാവർക്കും കോട്ട. അതുകൊണ്ട് പിന്നെ കോട്ടിന് ഒരു പുതുമയില്ല അല്ലേ? എല്ലാവർക്കും കോട്ടാണ്. അന്നങ്ങനെയില്ല. അന്ന് അൽഹംദുലില്ലാഹ് ഓരോ വസ്ത്രത്തിനും ആദരവുണ്ട്. ഓരോ വസ്ത്രത്തിനും ആദരവുണ്ട്. രാജാവ് രാജ്ഞിയും ധരിക്കേണ്ട ഡ്രസ്സുകൾ നമ്മൾ ധരിക്കാൻ പാടില്ല. ഒരു രാജാവും ഒരു രാജ്ഞിയും ധരിക്കേണ്ട ഡ്രസ്സ് നമ്മൾ ധരിക്കാൻ പാടില്ല. ഒരു പള്ളിയിലെ ഉസ്താദ് ധരിക്കേണ്ട ഡ്രസ്സ് അതിവിടെയുള്ള ചെറിയ ഒരു കുട്ടി ധരിച്ചാൽ അത് അതിന്റെ ഡ്രസ്സല്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ഡ്രസ്സുകളുണ്ട്. അത് അതിനെ ബഹുമാനിക്കണം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നല്ല സന്തോഷത്തോടെ പ്രൗഢമായ സദസ്സിൽ അൽഹംദുലില്ലാഹ് വളരെ ഇന്ന് 11 മണിക്ക് അൽഹംദുലില്ലാഹ് അന്നദാനം കഴിഞ്ഞു. അതിനുവേണ്ടി അരിയും മാംസവും അൽഹംദുലില്ലാഹ് എല്ലാം നൽകി എല്ലാവർക്കും ഇവിടെ ജാതി മതമന്യേ എല്ലാ ആളുകൾക്കും ഭക്ഷണം നൽകിയ നല്ല ഒരു സദസ്സാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ പള്ളിയും മദ്രസയും ഒക്കെ സഹകരിച്ച് മുന്നോട്ട് പോകണം. ഈ വർഷം അൽഹംദുലില്ലാഹ് ഒരൊറ്റ നിസ്കാരം ഖളാ ആയി പോകരുത്. എല്ലാവരും തീരുമാനിക്കുക, ഏത് ജോലിയാണെങ്കിലും ആ ജോലിയിൽ നാം നിസ്കരിക്കുന്നവരായി മാറണം. ഒരൊറ്റ കുട്ടിയും ഖളാ ആക്കി പോകാൻ പാടില്ല. അത് തീരുമാനമെടുക്കണം. അതിനെല്ലാവരും അൽഹംദുലില്ലാഹ് തയ്യാറാവണം. ഏത് ജോലിക്കാരാണെങ്കിലും ആ ജോലിക്കിടയിൽ ഇൻഷാ അല്ലാഹ് നിസ്കാരം കറക്റ്റായി നിസ്കരിക്കണം. അതാണ് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും എനിക്ക് ഉണർത്താനുള്ളത്. ഇൻഷാ അല്ലാഹു തആല നല്ലത് ചെയ്ത് നല്ലത് പ്രവർത്തിച്ച് ആഖിബത്ത് നന്നായി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചെറുപ്പക്കാരികളാകുന്ന സഹോദരിമാർ, ഇന്ന് ഏറ്റവും വലിയ വേദന സുബ്ഹാനല്ലാഹ് മാതാപിതാക്കളുടെ വലിയൊരു വേദനയുണ്ട്. ആ വേദന 18 വയസ്സും 19 വയസ്സ് പ്രായമാകുമ്പോൾ വാപ്പയും ഉമ്മയും കല്യാണത്തിനൊരുങ്ങുമ്പോ എൻ്റെ സഹോദരിമാർ വാപ്പയോട് പറയും, വാപ്പ ഞാൻ പഠിക്കുകയാണ്, വാപ്പ ഞാൻ പഠിക്കുകയാണ്, ഉമ്മ ഞാൻ പഠിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു ഓമന പേര് പറയും. പഠനത്തിന് ആരും തടസ്സമില്ല. പഠിക്കുകയാണെന്ന് പറഞ്ഞ ഓമന പേര് പറഞ്ഞ് 6, 7, 8, 9 മാസം കഴിയുമ്പോ പിന്നെ ഏതോ ചെക്കന്റെ കൂടെ ഇല്ലെങ്കിൽ ഏതോ സഹോദരന്റെ കൂടെ ചാടിപ്പോകുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടുവരുന്നത്. സുബ്ഹാനല്ലാഹ്, നിയമപാലകന്മാര് പിടികൂടി. അങ്ങനെ വാപ്പയുടെയും ഉമ്മയുടെയും അടുക്കൽ കൊണ്ടുവന്ന്, ഇത് നിന്റെ ഉമ്മയല്ലേ? അതെ. ഇത് നിന്റെ വാപ്പയല്ലേ? അതെ. ഈ ഉമ്മ സുബ്ഹാനല്ലാഹ് നിന്നെ 9 മാസവും 9 ദിവസവും ഗർഭം ചുമന്ന് മരണത്തിന്റെ പകുതി വേദന അനുഭവിച്ചുകൊണ്ട് പ്രസവിച്ച ആ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. സുബ്ഹാനല്ലാഹ്, 10, 18, 22 വർഷത്തോളം വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് പോറ്റിപ്പടുത്ത നമ്മുടെ ഉപ്പയുണ്ട്. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ, ഇവിടെ ഇഞ്ചി കൃഷി നടത്തിയവർ, അതുപോലെ ഇവിടെ നെൽകൃഷി നടത്തിയവർ, വായ നട്ടവർ, എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ പാടത്ത് പണിയെടുത്ത് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി ഉണ്ടാക്കിയ വാപ്പയും ആ ഉമ്മയുടെയും മുഖത്ത് നോക്കി നിയമപാലകന്മാർ ആരെ കൂടെ
കൂടെയാ പോകുന്നതെന്ന് ചോദിക്കുമ്പോ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കണ്ട ബന്ധം, ഇല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും കണ്ട ബന്ധത്തിന്റെ പേരിൽ ആ ചെക്കന്റെ കൂടെയാ, ആ സഹോദരിയുടെ കൂടെയാ പോകുന്നതെന്ന് പറയുന്ന മക്കളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ കാക്കണം അല്ലാ, ഞങ്ങളെ മക്കളെ നീ കാക്കണം റഹ്മാനേ. ഇത് വല്ലാത്തൊരു ഇടങ്ങേറായി പോയി. ഇല്ലെങ്കിലോ ഞങ്ങൾ ഇനി ആര് കല്യാണം കഴിച്ചത് ഞങ്ങൾ ഓടിപ്പോവും. എന്നിട്ടോ ഞങ്ങൾ റൈസർ മാരേജ് നടത്തുകയാണ്. റൈസർ മാരേജ് നിങ്ങൾക്ക് ദുനിയാവില് നിങ്ങൾക്ക് ഏതെങ്കിലും പാർക്കിന്ന് പോലീസുകാര് പിടികൂടാതിരിക്കാനുള്ള ഒരു ലൈസൻസ് ആണതുള്ളൂ. അല്ലാതെ നിങ്ങളെ കുടുംബജീവിതം നയിക്കാനുള്ള ലൈസൻസ് അല്ല. അത് കുടുംബജീവിതം നയിക്കാനുള്ള നിങ്ങൾ പഠിച്ച മതം ഓരോ മതക്കാർക്കും അവൻ ഉൾക്കൊള്ളുന്ന ആശയങ്ങളും ആദർശങ്ങളും ഉണ്ട്. ക്രിസ്ത്യാനികൾക്ക് അവരുടെ ആശയവും ആദർശങ്ങളുണ്ട്. ഹിന്ദു മതങ്ങൾക്ക് അവർക്ക് ആശയവും ആദർശങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. മുസ്ലിമീങ്ങൾക്ക് അവരുടെ ആദർശവും അവരുടെ ആചാരങ്ങളും ഒക്കെ ഉണ്ട്. അത് കാത്തു സൂക്ഷിക്കുന്നവരായി മാറണം. ഒരൊറ്റ മതക്കാരെയും വർണ്ണപ്പെടുത്താൻ നമ്മൾ പാടില്ല. എല്ലാവരോടും ബഹുമാനിക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരെയും ബഹുമാനിക്കണം. ഏത് മതക്കാരാണെങ്കിലും ആ മതക്കാരെ ബഹുമാനിക്കണം. ഏതൊരു മനുഷ്യനാണെങ്കിലും ആ മനുഷ്യരെ ബഹുമാനിക്കണം. അതാണ് ഈ പ്രാവശ്യം 3ാം കേരള യാത്ര ബഹുവന്യരായ സുൽത്താനുൽ ഉസ്താദ് അവറുകളുടെ 3ാം കേരള യാത്ര ഇന്ന് അൽഹംദുലില്ലാ മർക്കസിന്റെ തിരുമുറ്റത്തിൽ നിന്ന് ആയിരങ്ങളുടെ അൽഹംദുലില്ലാ പ്രാർത്ഥനകളോടുകൂടെ ബഹുവന്യരായ ഉസ്താദ് അവറുകൾ ഇന്ന് കാസർകോട്ടിലേക്ക് അൽഹംദുലില്ലാ പുറപ്പെടുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ആ യാത്ര ജനുവരി 16 വരെ അൽഹംദുലില്ലാ അത് തുടരുകയാണ്. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ അൽഹംദുലില്ലാ നിലനിൽക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ ബഹുവന്യരായ ഉസ്താദ് അവറുകളെ കാത്തു നിൽക്കുന്നുണ്ട്. അതിന്റെ പ്രമേയം മനുഷ്യർക്കൊപ്പം എന്നാണ്. മനുഷ്യൻ ആരാണെന്നും ആ മനുഷ്യരെ എങ്ങനെ കാണണമെന്നും മനുഷ്യനോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും അത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ മനുഷ്യൻ എന്ന ഒരു പരിഗണന ഉണ്ടാകണം. എത്ര ആളുകളെയാണ് വെട്ടിക്കൊല്ലുന്നത്, ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി വെട്ടിക്കൊല്ലുന്നവരുന്നില്ലേ? അതുപോലെ കഴുത്തറുത്ത് കൊല്ലുന്നവരില്ലേ? അത് വാപ്പയെന്നോ ഉമ്മയെന്നോ അനുജനെന്നോ ജ്യേഷ്ഠനെന്നോ അയൽവാസിയെന്നോ കുടുംബമെന്നോ എന്ന് നോക്കാതെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ചെയ്യാതെ ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കണം. അതാണ് മനുഷ്യൻ. ഇൻഷാ അല്ലാഹ് ഈ കേരള യാത്രയിൽ ഈ പ്രമേയവുമായി അൽഹംദുലില്ലാഹ് 16 ദിവസത്തെ യാത്ര നടത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് മനുഷ്യരായി ജീവിക്കാൻ നമ്മൾ പഠിക്കണം. മനുഷ്യരായി ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ആരെയും ആക്രമിക്കരുത്. പാവപ്പെട്ടവനെ, രോഗിയായി കിടക്കുന്നവനെ അവന്റെ കണ്ണീരൊപ്പണം. ഒരു രോഗിയായി കിടക്കുന്നവർക്ക് സാന്ത്വനങ്ങൾ നൽകണം. അതാണ് അൽഹംദുലില്ലാഹ് മുസ്ലിം ജമാഅത്തിന്റെയും അതുപോലെ SSFന്റെയും SYSന്റെയും SMAയുടെയും SJMന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ രൂപത്തിൽ ജീവിക്കാൻ അൽഹംദുലില്ലാഹ് തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞ് അല്ലാഹു നമുക്ക് നന്മ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ വർഷങ്ങൾ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നവർ പലവരും ഇന്ന് നമ്മളോട് കൂടെയില്ല. പലവരും മരിച്ചുപോയി. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്.